ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതിയുടെ വീടിന് മുന്നിലാണ്. പ്രതി ഋതുവിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ അയാളുടെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നു എന്നാണ് നമ്മൾ പ്രാദേശികവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞൊരു വിവരം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൊല്ലപ്പെട്ട 3 പേരുടെ വീടുകൾ. അവിടെ താമസിച്ചിരുന്നത് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും 2 മക്കളുമായിരുന്നു. ഈ മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം അരങ്ങേറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഋതുവിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടമോ അതുപോലുള്ള കേസുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് ആരോപണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണ് എന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടായി ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എന്താണ് കാരണമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വളരെ അവ്യക്തമായ പല വിശദീകരണങ്ങളായിരുന്നു പല ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കൊലപാതകം നടക്കാനായിട്ട് എന്താണ് കാരണം? ഇങ്ങനെ ക്രൂരമായി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് ഒരു ഇരുമ്പ് കമ്പി വെച്ച് തലക്കടിച്ച് കൊല്ലുന്ന രീതിയിൽ, അതും മക്കളുടെ മുൻപിൽ വെച്ച്, എന്താണ് ഇതിനുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പ്രാദേശികവാസികളെല്ലാം പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും കുറച്ച് പേര് കുറച്ച് മുമ്പ് നമ്മൾ എന്തുപറ്റി കുറച്ച് പേര് കുറച്ച് മുമ്പ് നമ്മളോട് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിലെ ഈ കൊല്ലപ്പെട്ട റിതീഷയെ സ്ഥിരമായി ഋതു എന്ന് പറയുന്ന ഈ പ്രതി ശല്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അവരുടെ ഭർത്താവ് ഇപ്പോൾ അത്യസന്ന നിലയിൽ കിടക്കുന്ന നിതിൻ വിദേശത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഋതുവിൻ്റെ ശല്യം അവർക്കുണ്ടാവുകയും അവർ ഋതുവിൻ്റെ അമ്മയോട് ഇതേപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുകയും അതേ തുടർന്ന് ഈ പ്രതിയായ ഋതു ഇവരുടെ വീട്ടിൽ വന്നതിന് മുൻപ് ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ഗേറ്റ് ചവിട്ടി പൊളിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അന്ന് തന്നെ കൊന്നുകളയും എന്ന രീതിയിലുള്ള ഭീഷണിയും പുറപ്പെടുവിച്ചതായി അറിയുന്നു. അതേ തുടർന്നാണ് ഇവർ ഇവിടെ അടുത്തുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രൊട്ടക്ഷൻ വേണം, ഇതുപോലെ ഭീഷണിയുണ്ട് എന്ന രീതിയിൽ പരാതിപ്പെടുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ പോലീസ് യാതൊരു രീതിയിലുള്ള നടപടിയും എടുത്തില്ല എന്ന് വേണം കരുതാൻ. ഈ പ്രതിയെ യഥേഷ്ടം അങ്ങനെ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കേസ് കൊടുത്തതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു കൊലപാതകം ഇവിടെ അരങ്ങേറാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായത്. ഏകദേശം 6:30 ലഹരിക്ക് അടിമയായിരുന്ന പ്രതി ഏകദേശം ലഹരി അടിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ വാക്കേറ്റവും വഴക്കുണ്ടാവുകയും രതീഷ ഇത് മൊബൈലിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതേ തുടർന്ന് പ്രകോപിതനായ പ്രതി വലിയ കയ്യിലുണ്ടായിരുന്ന കമ്പിവടി ഉപയോഗിച്ച് അച്ഛൻ വേണു, അമ്മ ഉഷ, അതുപോലെ രതീഷ എന്നിവരെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും അവരുടെ ഭർത്താവിനെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അത്യാസന്ന നിലയിൽ തന്നെയാണ് തുടരുന്ന അവസ്ഥ. മക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ സംഗതി ഉണ്ടായത്. മക്കളെ ഇപ്പോൾ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണെങ്കിൽ തന്നെയും വളരെ കാലങ്ങളെടുക്കും അവരുടെ കണ്ണിൽ നിന്നും ഈ കണ്ട കാഴ്ച മായാൻ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയ പരിശോധന എന്ന് പറയുന്നത് ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, അതുപോലെ ഫിംഗർ പ്രിൻറ്റ് പരിശോധന, അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ തന്നെ വളരെ വലിയ രീതിയിൽ പെട്ടെന്നുള്ള രീതിയിൽ നടപടിയെടുക്കുകയും പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ തന്നെയും ഈ പ്രതിയുടെ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്നും അതുപോലെ കഞ്ചാവും പോലുള്ള സംഗതികൾ മുമ്പ് കേസുണ്ടെന്ന് പറയുന്നു. അയാൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അത് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നോട് ഇവിടുത്തെ പ്രാദേശികവാസികൾ പറഞ്ഞത്, ഈ പ്രശ്നമുണ്ടായപ്പോൾ അവരുടെ അമ്മയും അതുപോലെ അച്ഛനെയും ഒക്കെ ഇവിടുന്ന് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ വീടിനുള്ളിൽ തന്നെ പ്രതിയുടെ ഇതുപോലുള്ള ലഹരി മരുന്ന് സംഗതികൾ ഉണ്ടായിരുന്നു. അവരുടെ കസിൻസോ ആരെയോ വന്നിട്ട് അത് മാറ്റുന്നത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ യഥേഷ്ടം ഒരു വ്യക്തി ഇവിടെ ഇഷ്ടത്തിന് വിലസി നടക്കുന്നൊരു സമയത്ത് ശരിക്കും നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് തന്നെ ചോദിക്കേണ്ടി വരികയാണ്. ഞാനിപ്പോൾ കൊല്ലപ്പെട്ട വിനീഷ എന്ന ചേച്ചിയുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിയുടെ അടുത്താണ് സംസാരിക്കുന്നത്. ചേച്ചി, എങ്ങനെയായിരുന്നു ഈ കുടുംബം, വിനീഷ അതുപോലെ മക്കളൊക്കെ എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത് അവരെ പറ്റി? അറ്റിങ്ങള് ഒരു കുഴപ്പക്കാരല്ല. അവര് 2 വർഷമായി ഇവിടെ താമസിക്കാൻ വന്നിട്ട്. കരിമ്പാട്ന്നാണ് ഇവിടെ അടുത്തുള്ളത്. കരിമ്പാട് അടുത്താണ്. അവരിക്കടെ കാര്യം നോക്കി അവിടെ അവര് ജീവിക്കുന്നു. ഒരു അത്ര പ്രശ്നവും ഒരു പ്രശ്നവുമില്ല. ഇവൻ കഞ്ചാവ് വലിച്ചിട്ട് അവനൊരു മാനസിക രോഗവുമില്ല. കഞ്ചാവ് വലിക്കുമ്പോ ഭ്രാന്താവണ സാധനമാണല്ലോ. അവന്റെ അമ്മ ഈ കഞ്ചാവ് വലിക്കണവന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിൽ. അത് കാരണം പോലീസുകാരും ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അറ്റിങ്ങൾക്ക്. അവർക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ച് ഇതുപോലെ കേസിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവരുടെ അമ്മ ചെല്ലുമോ? അവന്റെ അമ്മ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്പൊ അവൻ ഇറക്കിക്കൊണ്ടുവരും. ഈ കഞ്ചാവിലൊക്കെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ്. ചേച്ചിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇയാളെ കൊണ്ട്? ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ എന്താ ഉണ്ടായത്? ഞങ്ങൾക്ക് അവൻ രാത്രി ഞങ്ങൾ 3 കൂട്ടരും പുതിയതായിട്ട് വന്ന് പാർക്കണാണ്. ഞങ്ങൾ 4 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് പാർക്കണാണ്. അവര് സ്വന്തമായിട്ട് 2 വീട്ടുകാരും പാർക്കണേണ്. അവൻ ഞങ്ങളോട് തല്ലുപിടിക്കണത് ഒരു ദിവസം കല്ല് വലിച്ചെറിഞ്ഞും കൊണ്ട് വന്ന് നോക്കിയപ്പോ തെറി പറയാ വെറുതെ നിന്ന്. അപ്പൊ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് തെറി പറയണേന്ന് പറഞ്ഞപ്പോ വീണ്ടും കൊള്ളരാത്ത വർത്താനങ്ങൾ പറയാ.
അത് കഴിഞ്ഞ് പിന്നെ ഈ വാതിലും അടിച്ച് ശല്യത്തിനെ കൊന്ന് ഞങ്ങൾ അപ്പോൾ കേസ് കൊടുത്ത്. അപ്പം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു ഭിന്നശേഷിക്കാരത്തിയും കിടപ്പ് രോഗിയുമാണ്. എനിക്ക് അങ്ങനെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവിടെ നിന്ന് ഇപ്പം പേടിയായി അതെ പേടിയായി പോലീസിൽ കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും കേസ് നടപടി കൊടുത്ത് ഈ അവര് നമ്മളോട് സമാധാനിപ്പിക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ഇവര് ഈ കുറ്റകൃത്യം ചെയ്ത് വന്നുകൊണ്ട് അമ്മ കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് പോലീസുകാർ പറയണേ. പക്ഷെ അവർ നടപടി ഒന്നും എടുത്തില്ല. അവര് ഞങ്ങളോട് പറഞ്ഞ് കാപ്പ ചുമത്താൻ പോവുകയാണ്, ഇനിയും അവൻ ശല്യപ്പെടുത്തണി നിന്റെ പേരിൽ കാപ്പ ചുമത്തുമെന്ന് പറഞ്ഞു. പക്ഷെ നടപടി ഉണ്ടായില്ല ഉണ്ടായില്ല. അതീ പിന്നെയാണ് ഇവർക്ക് കേസ് കൊടുത്തത്. ഇവര് നവംബറിൽ, ഞങ്ങ മെയ് ജൂലൈയിലാണ് കേസ് കൊടുത്തത്. ജൂലൈ 7-ാം തീയതി കേസ് കൊടുത്തിട്ട് 10-ാം തീയതി വിളിപ്പിച്ച്. വേറെ ഈ പരിസരത്തുള്ള ബാക്കിയുള്ളവരും കേസ് കൊടുത്തിരുന്നു. ഒരുപാട് പേർക്ക് ഇയാളെ കൊണ്ട് ശല്യമുണ്ട്, പക്ഷെ ആരും പേടിയാണ് അവനെ. ഞങ്ങള് വന്ന് വറക്കണത് ഇപ്പൊ 4 വർഷമായി വാടകക്കാണെങ്കിലും. അപ്പൊ ഇവൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ഈ ജനിച്ചപ്പോ തന്നെ സ്വന്തമായിട്ട് വീടുണ്ട്, നിങ്ങൾ ഇവിടെ പറക്കാൻ പറ്റൂല എന്നാണ് അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ പാവങ്ങൾക്ക് ഞങ്ങൾക്ക് പറക്കണ്ടേ, നീ നിന്റെ പണി നോക്കുന്നു ഞങ്ങൾ പറഞ്ഞു. ശരിക്കും പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല. വളരെ നിർഭാഗ്യകരമായി. അതെ അതെ. അവൻ പച്ചയായിട്ട് ഫോണിൽ വിളിച്ച് പറയാൻ, ഫോണിലല്ല, അവർ കേസ് കൊടുക്കാൻ ഇറങ്ങാൻ പോണപ്പോൾ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലും, നിങ്ങളെല്ലാവരും കൊല്ലുമെന്ന് പറയുമായിരുന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഞങ്ങളെല്ലാവരെയും കൊല്ലുമെന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി എന്ന് ഞാൻ പറയും. ഇനി സമാധാനിപ്പിക്കും. ആ ചേച്ചി എനിക്ക് വയ്യാത്ത കാരണം എന്തെങ്കിലും എനക്കം കേട്ടാൽ ഓടി വന്നതാണ്. എനിക്കാണ് ആ ചേച്ചി പോയേക്കണത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഗതിയിൽ ഞങ്ങളെ കൊല്ലായിരുന്നില്ല, അവന് അറ്റങ്ങളെ വെറുതെ വിടായിരുന്നില്ലേ. ചേന്ദമംഗലത്ത് ഇന്നലെ 3 കൂട്ടക്കൊല നടന്ന വീട്ടിലേക്കുള്ള വഴിയാണിത്. ഇതിലെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ കാണുന്നതാണ് കൂട്ടക്കൊല നടന്ന വീട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രതിയുടെ വീട്. ഈ പ്രതിയെ സംബന്ധിച്ച് ഇവിടെ അന്വേഷിച്ചിടത്തോളം എല്ലാവർക്കും തന്നെ വളരെ രീതിയിൽ നല്ല പരാതിയുള്ളൊരു വ്യക്തിയാണ്. അയാൾ മയക്കുമരുന്ന് അതുപോലുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും ഉപയോഗവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെയുള്ള പല ആളുകളെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അതുപോലെ കതക് തട്ടുക, അവരെ പരാതിപ്പെടുകയോ മറ്റോ ചെയ്താൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇതുപോലുള്ള സ്ഥിരം പരിപാടികൾ ഇവിടെ അരങ്ങേറിയിരുന്നു. ഈ പ്രതിയുടെ അമ്മ ഇദ്ദേഹം മാനസിക രോഗിയാണെന്ന നിലയിൽ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുകയും ഏത് സമയത്ത് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്താലും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഹാജരാക്കി ഇയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതി വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം നമ്മളോട് സംസാരിച്ചത് ഇവിടെ ഭിന്നശേഷിക്കാരിയായിട്ടുള്ളൊരു ചേച്ചിയാണ്. അദ്ദേഹം ആ ചേച്ചി ഈ കൊല്ലപ്പെട്ട വ്യക്തികളുടെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെ താമസിക്കുന്ന ചേച്ചിയാണ്. അവർക്കും ഇതുപോലെ തന്നെ അവരെയും കൊന്നുകളയും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. തീർച്ചയായും ആ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്ത സമയത്ത് അതിൻ്റെ പേരിൽ കാര്യമായിട്ടുള്ള നടപടി എടുത്തിരുന്നെങ്കിൽ 3 ജീവനുകൾ ഇവിടെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് തന്നെ സങ്കടകരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. എറണാകുളം ചേന്ദമംഗലത്ത് നിന്നും ക്യാമറാമാൻ അജിത്തിനൊപ്പം മെറീന ഡേസി, കർമ്മ ന്യൂസ്.